കർത്താവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ അല്പസമയം വെളിപ്പാട് പുസ്തകം പഠിക്കുന്ന ഏത് വിദ്യാർത്ഥിക്കും ഒഴിച്ചുകൂടാനാവാത്ത ബൈബിൾ പ്രവചനത്തിന് താക്കോലായിരിക്കുന്ന ദാനിയേൽ പ്രവചനം കൂടെ ചിന്തിക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. ദാനിയേൽ പ്രവചനം ക്രൈസ്തവ വീക്ഷണത്തിൽ, ദ ബുക്ക് ഓഫ് ഡാനിയേൽ പ്രോസി ഇൻ ദ ലൈറ്റ് ഓഫ് ക്രിസ്ത്യൻ വ്യൂ. നമുക്കതൊന്ന് ചിന്തിച്ച് അടുത്ത ഭാഗത്തേക്ക് വേഗത്തിൽ പോകാം. ദാനിയേൽ പ്രവചനം നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ കാലത്തേക്കുമുള്ള ശ്രേഷ്ഠമായ ദൂത് ദാനിയേൽ പ്രവചനത്തിൽ നമുക്ക് ഉടനീളം കാണുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. ഈ പ്രവചന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ദൈവിക ഭരണം എന്നുള്ളതാണ്. The kingdom of God and the divine rule. ദൈവ രാജ്യം, ദൈവത്തിന്റെ ഭരണം, അതാണ് ദാനിയേൽ പ്രവചനത്തിലെ മുഖ്യമായ സന്ദേശം എന്ന് പറയുന്നത്. ദൈവ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ദൈവിക ഭരണത്തിന്റെ സൈൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ മാറ്റിവെച്ചിട്ട് ഒരു ഭരണം ദൈവമക്കൾക്ക് ഈ ഭൂമിയിലില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകനാണെങ്കിലും യേശുവിന്റെ ശിഷ്യന്മാരാണെങ്കിലും യേശു ആണെങ്കിലും അവർ പ്രസംഗിക്കുമ്പോൾ ആദ്യം പറയുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. മനസ്സിലായോ? ദൈവരാജ്യം കർത്താവിന്റെ പരസ്യ വരവിന് ശേഷം നടക്കേണ്ട സംഭവമാണ് 1000 ആണ്ട് വാഴ്ച എന്നുള്ളത്. യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ഭരണം എന്ന് പറയുന്നത് 1000 വർഷം. പിന്നെ അങ്ങോട്ട് നമ്മൾ കാണുന്ന നിത്യയുഗമാണ്. അത് വേറെ ഒരു ടോപ്പിക്കാണ്. വെളിപ്പാട് പുസ്തകം വേഗത്തിലൊന്ന് എടുക്കാം. 20-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം മുതൽ 5-ാം വാക്യം വരെ. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. നോക്കണം, സാത്താനെ നിർത്തി വായിക്കണം. ഞാൻ പറയുമ്പോൾ അതിനകത്ത് ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്ത് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. തരം 1000 വർഷത്തേക്ക് സാത്താനെ ചങ്ങലയിടുന്നു. ശ്രദ്ധിച്ചാട്ടെ. എന്നിട്ട് ഒരു 1000 വർഷം നമ്മൾ കണ്ടു കഴിഞ്ഞു. 1000 വർഷം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ മില്ലേനിയം എന്നാ പറയുന്നത്. 1000 years, 1000 വർഷം. ഇനി അടുത്ത വാക്യം. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാൻ 1000 ആണ്ട് കഴിയുവോളോ ജാതികളെ വായിക്കാം വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. 1000 വർഷത്തേക്ക് സാത്താനെ ചങ്ങലയിട്ട് ബന്ധിച്ചിരിക്കുകയാണ്. 1000 വർഷം, മറക്കല്ലേ. അടുത്തത്. അതിനുശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സത്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. അവർ ജീവിച്ച് പ്രതികൂലങ്ങളിൽ കൂടെ രക്തസാക്ഷികളായി കടന്നുപോയ വിശുദ്ധന്മാർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. അടുത്തത്. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് 1-ാമത്തെ പുനരുത്ഥാനം. മതി. എന്നിട്ട് ഇവിടെ എത്ര 1000 ആണ്ട് കണ്ടു?
അന്നേരം 1000 വർഷമാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വാഴാൻ പോകുന്നത്. പിടികിട്ടിയോ? 1000 ആണ്ട് വാഴ്ചയെന്നോ 1000 വർഷമെന്നോ എല്ലാം ബൈബിളിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം ആദ്യ വാക്യങ്ങളെല്ലാം വായിപ്പിച്ച് കേൾപ്പിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ. അന്നേരം ഇതെപ്പോഴാണ് 1000 ആണ്ട് വാഴ്ച ആരംഭിക്കുന്നത്? എപ്പോഴാണ്? നാം ക്രിസ്തുവിനോടൊത്ത് 1000 വർഷം ഈ ഭൂമിയിൽ ഭരിക്കുന്നത് എപ്പോഴാണ്? നിങ്ങൾ എല്ലാവരുടെയും ക്യാമറ ഓഫ് ചെയ്ത് വെച്ച ഞാൻ പിന്നെ ആരുടെ മുഖത്ത് നോക്കിയാ പഠിപ്പിക്കുന്നത്? എനിക്ക് നിങ്ങളുടെ മുഖം കാണണ്ടേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് പണം കൊണ്ടേ പറയണം, എന്റെ പാസ്റ്റർ, എനിക്ക് പാസ്റ്റർ മുഖം കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാനിതങ്ങ് ഇത് ചെയ്യുവാണ്. അങ്ങനെ വലിയ ദോഷമൊന്നും നിങ്ങൾക്ക് ചെയ്തതായിട്ട് എന്റെ അറിവിലില്ല എന്നാ എനിക്ക് തോന്നും. ഓക്കെ. അന്നേരം എന്നാണ് 1000 ആണ്ട് വാഴ്ച? അറിയാവുന്നവര് പറ. ഒരു ഐഡിയ ഇല്ലല്ലേ? അതിനായി സെമിനാരി പഠിക്കേണ്ടത്. പുതിയ ഭൂമിയും അത് എന്നാന്നാ ചോദിച്ചത്? ഇപ്പോഴാണോ? സാത്താനെ ബന്ധിച്ചതിന് ശേഷം. 1000 ആണ്ട് വാഴ്ചയാണെന്ന് വിശ്വസിക്കുന്ന ചിലരുണ്ട്. ആരാന്ന് സാത്താൻ പറയാം? സാത്താനെ 1000 ആണ്ടത്തേക്ക് ബന്ധിച്ചതിന് ശേഷം ഇപ്പോൾ 1000 ആണ്ട് വാഴ്ച നടക്കുകയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ആരാന്ന് പറയാമോ? യഹോവ സാക്ഷികൾ ഇപ്പോൾ 1000 ആണ്ട് വാഴ്ചയാണെന്ന് ചിന്തിക്കുന്നവരാ. പിന്നെ വിദ്വാൻ കുട്ടിയച്ഛനെ കേട്ടിട്ടുണ്ടോ? യൂസ്തോസ് വിദ്വാൻ കുട്ടിയച്ഛന്റെ ഗ്രൂപ്പ് 1000 ആണ്ട് വാഴ്ച ഇപ്പോൾ ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് നടക്കുന്നവരാ. അഞ്ചരക്കാർ. അഞ്ചരക്കാർ. അത് തന്നെ. പൂർണ്ണതയില്ല, 6 ആയില്ല, 5.5 വരെ വെച്ച് നിർത്തിയേക്കുക. അതെ, മനസ്സിലായി. ഞാൻ അതിന്റെ ഓർഡർ ഒന്ന് പറഞ്ഞു തരാം, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇനിയും സംഭവിക്കാൻ പോകുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവാണ്. മനസ്സിലായോ? ഇനിയും സംഭവിക്കാൻ പോകുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ്, നമ്പർ 1. അന്നേരം കർത്താവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഉറപ്പുള്ളവരെ പറയാം, ചുമ്മാ ചാടിക്കരി പറയാം. നമ്മള് പോകും. കർത്താവ് വരുമ്പോൾ ഞാൻ പോകുമെന്ന് പറയണം. അങ്ങനെയല്ലേ പറയണ്ടേ? സ്വതം. ഓക്കെ. കർത്താവ് വന്നു, നമ്മൾ പോയി. അന്നേരം ഭൂമിയിൽ എന്നാ സംഭവിക്കും? രണ്ടാമത്തെ വിഷയം. 1, കർത്താവ് വരുന്നു, ദൈവസഭ എടുക്കപ്പെടുന്നു. 2, ഭൂമിയിൽ 7 വർഷം അതാണ് മഹോപദ്രവ കാലഘട്ടം, അല്ലെങ്കിൽ അന്തിക്രിസ്തുവിന്റെ ഭരണം. രണ്ടാമത്തെയാണ്. എതിർ ക്രിസ്തുവിന്റെ ഭരണ കാലയളവ്. അത് എത്ര വർഷമാ? 7 വർഷം. ഇതിനെല്ലാം തെളിവുണ്ട് ബൈബിളിൽ കേട്ടോ. ഇപ്പൊ നിങ്ങളൊന്ന് എഴുതി വെച്ചു, എന്നാ നമുക്ക് വഴിയാമണ്ണം പഠിക്കാം. 7 വർഷം എതിർ ക്രിസ്തുവിന്റെ ഭരണകാലം. അന്നേരം മഹോപദ്രവം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 7 വർഷം കംപ്ലീറ്റ് ആകും, അടുത്ത സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? വെളിപ്പാട് 19-ാം അധ്യായത്തിൽ കാണുന്ന കാര്യങ്ങൾ. അതായത് യേശു ക്രിസ്തു തന്റെ സഭയുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. യേശു ക്രിസ്തുവിന്റെ പരസ്യ പ്രത്യക്ഷത വിത്ത് ഹിസ് സെയിന്റ്സ്, അവൻ വിശുദ്ധന്മാരോടുകൂടെ ഇറങ്ങി വരുന്നു. ഇത്ര കാര്യം പിടികിട്ടിയോ? ഇനി സംഭവിക്കാൻ പോകുന്നത്
യേശുക്രിസ്തുവിന്റെ വരവും ദൈവസഭയുടെ എടുക്കപ്പെടലും. നമ്പർ 1. നമ്പർ 2, എതിർ ക്രിസ്തുവിന്റെ ഭരണ കാലഘട്ടം 7 വർഷം. നമ്പർ 3, യേശു ക്രിസ്തു ദൈവസഭയുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. ഭൂമിയിലേക്ക് ഇറങ്ങി വരണമെങ്കിൽ ദൈവസഭ എടുക്കപ്പെടേണ്ടത്. അതാണ് രഹസ്യ വരവ്. യേശുക്രിസ്തു മധ്യാകാശത്തിൽ വരും. മനസ്സിലായോ? നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. 1 തെസ്സലോനിയർ 4:13 വാക്യങ്ങൾ വായിക്കുമ്പോൾ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം രൂപാന്തരപ്പെട്ട് അവരോടൊന്നിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. അന്നേരം കർത്താവിന്റെ സെക്കൻഡ് വരവിന് 2 മുഖങ്ങളുണ്ട്. ഒന്ന്, രഹസ്യമായിട്ട് വരുന്നു, ദൈവസഭ എടുക്കുന്നു. 2, യേശുക്രിസ്തു പരസ്യമായി വിശുദ്ധന്മാരുമായി ഭൂമിയിലേക്ക് വരുന്നു. ആദ്യം കർത്താവ് വരുമ്പോൾ മധ്യാകാശത്ത് മാത്രമേ വരികയുള്ളൂ. 2ാമത് കർത്താവ് പരസ്യമായിട്ട് ഒലുമലയിലേക്ക് കാൽ കുത്തത്തക്കവണ്ണമാണ് വരുന്നത്. യേശു തമ്പുരാൻ എടുക്കപ്പെട്ടത് ഒലുമലയിൽ നിന്നാണ്. നിങ്ങൾ കർത്താവിനേക്ക് പോയതുപോലെ കണ്ടതുപോലെ അവൻ തിരികെ വരുമെന്നാ പറഞ്ഞത്. മനസ്സിലായോ? ഓക്കെ. അന്നേരം ദൈവസഭ ക്രിസ്തുവിനോടുകൂടെ ഭൂമിയിലേക്ക് വരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഭയങ്കര യുദ്ധം ഉണ്ടാവും. അടുത്തത് എത്രാമത്തെ? പിന്നെ നമ്പർ പറ. അടുത്ത എത്ര? 4. ഹർമഗദോൻ യുദ്ധമാണ്. ഹർമഗദോൻ. മനസ്സിലായോ? ഹർമഗദോൻ യുദ്ധം. അന്നേരം യേശു തമ്പുരാൻ വിശുദ്ധന്മാരുമായിട്ട് വരുമ്പോൾ പിശാചിന് ഒട്ടും പിടിക്കുകയില്ല. പിശാച് ഭയങ്കര വിഷയം ഉണ്ടാക്കും. വേൾഡ് കോൺഫ്ലിക്ട് ലെഡ് ബൈ ഡ്രാഗൺ, ബീസ്റ്റ് ആൻഡ് ഫാൾസ് പ്രോഫിറ്റ്. കർത്താവ് വിശുദ്ധന്മാരുമായിട്ട് വരുമ്പോൾ മഹാസർപ്പവും മൃഗവും കള്ളപ്രവാചകനും ഒരുമിച്ച് കർത്താവിനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യും. നമ്മൾ തൃത്വവിശ്വാസികളാണ്. വി ബിലീവ് ട്രൈൻ ഗോഡ്, ട്രിനിറ്റി. തൃത്വം എന്ന് പറഞ്ഞേ, നമ്മൾ വിശ്വസിക്കുന്ന തൃത്വം. പിതാപുത്ര പരിശുദ്ധാത്മാ. തൃത്വം എന്നുള്ള പദം തിരുവചനത്തിൽ നമ്മൾ കാണുന്നില്ലെങ്കിലും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന് അനവധി പ്രാവശ്യം നമ്മൾ കാണുന്നു. ഇവര് മൂവരും ഒന്നാകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? തൃത്വം എന്ന് പറയുന്നുണ്ട്. വെളിപ്പാട് ദിവസം അന്നേരം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇത് ഒഴിച്ചുകൂടാനാവാത്ത വലിയ സത്യങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം ഒന്ന് എടുത്ത് 28:19 എന്താ പറയുന്നത്? 28:19 നിങ്ങൾ പോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. അന്നേരം അവിടെ പിതാവിന്റെ പേരുണ്ട്, പുത്രന്റെ പേരുണ്ട്, പരിശുദ്ധാത്മാവിന്റെ പേരുണ്ട്. അതുകൊണ്ടാണ് തൃത്വം നമ്മൾ പറയുന്നത്. ഇനി ബെനഡിക്ഷൻ ആശീർവാദം പറയുമ്പോഴോ അതൊന്ന് വായിച്ചു വിട്ടെ. 2 Corinthians chapter 13 verse 14. 2 Corinthians 13:14. കർത്താവായ ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. കണ്ടോ? ആശീർവാദത്തിൽ എന്തുണ്ട്? തൃത്വമുണ്ട്. ഇത് ഞാൻ പറയുന്ന കാര്യമല്ല, ബൈബിളിൽ എഴുതി വെച്ചേക്കുന്ന കാര്യമോ. മനസ്സിലായി? തൃത്വമുണ്ട്. അതുപോലെ ദൈവിക തൃത്വം ബൈബിളിൽ ഉണ്ടെങ്കിൽ ഒരു സാത്താന്യ തൃത്വവും ബൈബിളിലുണ്ട്.
അത് നമ്മൾ കാണുന്നത് പ്രധാനമായും മഹോപദ്രവ കാലഘട്ടത്തിലാണ്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 13-ാം വാക്യം ഒന്ന് വായിച്ച്. മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെ പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. നോക്കണേ, സാത്താന്റെ തൃത്വം എന്തുവാ? ബൈബിളിലെ സാത്താന്റെ തൃത്വത്തിന്റെ പേര് പറയാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നാ പറയും? കള്ളപ്രവാചകൻ, മഹാസർപ്പം, മൃഗം, മഹാസർപ്പം, മൃഗം, കള്ളപ്രവാചകൻ. കള്ളപ്രവാചകൻ. നമ്മള് ദൈവിക തൃത്വം പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു സാത്താന്റെ തൃത്വം നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പഠിക്കാറില്ല. പക്ഷെ അത് പഠിച്ചു വെക്കണം, അറിയണം നമ്മൾ. മഹാസർപ്പത്തിനും വായുണ്ട്, മൃഗത്തിനും വായുണ്ട്, കള്ളപ്രവാചകനും വായുണ്ട്. മനസ്സിലായോ? സാത്താന്യ തൃത്വം. ഈ സാത്താന്യ തൃത്വം ഒരുമിച്ച് നിന്ന് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യും. പക്ഷെ അവര് പരാജയപ്പെടും. അർമഗദോൻ യുദ്ധം ഒരിക്കലും ക്രിസ്തുവിനെയും സഭയും ജയിക്കുന്നില്ല. അവർ പരാജയപ്പെടും. അത്ര പവർഫുള്ളാ കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന വചനം എന്ന് പറയുന്നത്. ഇരുവായത്തിലുള്ള വാളാണ്. അത് ന്യായവിധിയെ വെളിപ്പെടുത്തുന്നതാണ്. അന്ന് ഈ യുദ്ധം ചെയ്ത ജനത്തെ എല്ലാം കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? ഇല്ലായ്മ ചെയ്യും. അങ്ങനെ ലോകത്തിന്റെ നാനാദിക്കിൽ നിന്നും പക്ഷികൾ വന്നുകൂടും ശവങ്ങൾ തിന്നാൻ. അന്നേരം അർമഗദോൻ യുദ്ധം. ഈ അർമഗദോൻ യുദ്ധം കഴിഞ്ഞ് തുടർന്ന് നടക്കാൻ പോകുന്ന അടുത്ത സംഭവമാണ്. ഇതിന്റെ സിസ്റ്റമാറ്റിക്കലായിട്ട് നിങ്ങൾ പഠിക്കണേ, എന്തേലും മാറ്റം മൂലം പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത വിഷയമാണ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന സാത്താനെ 1000 വർഷത്തേക്ക് ചങ്ങലയിടുന്നത്. ഈ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത ഈ പിശാചിനെ 1000 വർഷത്തേക്ക് ചങ്ങലയിട്ട് അഗാധ കൂപത്തിൽ അടയ്ക്കും. അന്നേരം സാത്താൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയെ ഓർത്തു നോക്കി എത്ര സന്തോഷമാണ്. 1000 ആണ്ട് വാഴ്ചയില് നിങ്ങൾക്ക് ഒരു പോലീസ് സ്റ്റേഷൻ കാണാൻ പറ്റിയല്ല. ഇപ്പോഴും നമ്മൾ മുക്കിനും പോലീസ് സ്റ്റേഷനാണ്. 1000 ആണ്ട് വാഴ്ചയിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയല്ല. 1000 ആണ്ട് വാഴ്ചയിൽ ഒരു കോടതി നിങ്ങൾക്ക് കാണാൻ പറ്റിയല്ല. 1000 ആണ്ട് വാഴ്ചയിൽ ഒരുത്തരും കള്ള് കുടിച്ച് കവലയിൽ വഴക്കുണ്ടാക്കുന്നത് നിങ്ങൾ കാണുകയല്ല. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും. കാള പുല്ല് തിന്നുന്നത് പോലെ പുലിയും സിംഹവും ഒക്കെ പുല്ല് തിന്നും. കുഞ്ഞുങ്ങൾ പാമ്പിന്റെ പൊത്തിൽ കൈയിടും. അന്ന് വിഷമില്ല. എന്തുകൊണ്ട്? അന്ന് പാപമില്ലെന്നുള്ളതല്ല, പിശാചിനെ ബന്ധിച്ചിട്ടിരിക്കുക. പാപത്തിന് അന്ന് ശക്തിയില്ല. പവർലെസ് സൈറ്റൻ. കാരണം യേശുവാണ് ഭരിക്കുന്നത്. യെരൂശലേമിനെ കേന്ദ്രമാക്കി യേശുവാണ് ഭരിക്കുന്നത്. മനസ്സിലായോ? യേശു ഭരിക്കുന്ന രാജ്യം അത് സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ രാജ്യമാണ്. അവിടെ ദുഃഖമില്ല, മുറവിളിയില്ല, ഒന്നുമില്ല. എത്ര വർഷമായി യേശു ഭരിക്കുന്നത്? എത്ര വർഷമാണ്? 1000 ആണ്ട്. 1000 വർഷം. സന്തോഷമുണ്ടോ? ഇവിടെ 2 മണിക്കൂർ സഹായത്തിന് പോയിട്ടിരുന്നിട്ട് വയ്യാ കർത്താവേ എന്ന് പറയുമ്പോൾ 1000 വർഷം നോക്കുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും ചെയ്യാൻ.
നമ്മുടെ മൺമയമായ ശരീരം പിൺമയമായതിനെ ധരിച്ചിട്ട് സ്തോത്രം കർത്താവിന്റെ കൂടെ നമ്മളാ പാർക്കുന്നത്. അന്നേരം നമ്മുടെ ഈ ശരീരത്തോടുകൂടെ അല്ല കർത്താവിനോടൊപ്പം പാർക്കുന്നത്. അന്ന് രോഗമില്ല, ദുഃഖമില്ല, ക്ഷീണമില്ല, തളർച്ചയില്ല, വാദമില്ല. അങ്ങനെ കർത്താവിന്റെ കൂടെ വാഴാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? സ്തോത്രം അല്ലേ? എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. സത്യമാണോ? ഞാൻ പാടിയെങ്കിലും അത് സത്യമാണോ? ഇഷ്ടമുണ്ടോ? കഴിഞ്ഞ ദിവസം ഞാൻ ഈ പാട്ടൊക്കെ പാടിയപ്പോൾ പാസ്റ്റർ പാടില്ല, എനിക്ക് പേടി വരുന്നു. ഒരാള് പറഞ്ഞാണ്. പ്രത്യാശ ഗാനങ്ങൾ പലർക്കും പേടിയാ. എന്തുകൊണ്ടാ? പ്രത്യാശയില്ലാത്തത്. നാം ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടത്തെ. ഓക്കെ, അന്നേരം എത്രാം നമ്പറാ ഞാൻ പറഞ്ഞേ? എവിടെ വരെയായി? വരെ 1000 ആണ്ട് വാഴ്ച. 1000 വർഷം കഴിഞ്ഞ് അടുത്ത എന്തുവാ സംഭവിക്കുന്നേ? 1000 കൊണ്ട് ആഴ്ച. അടുത്ത നമ്പർ എത്ര? പറ. 6. 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ സാത്താനെ അഴിച്ചുവിടും. ഈ 1000 വർഷം ബന്ധിച്ചു കിടന്ന സാത്താനെ അഴിച്ചുവിടും. ഈ അഴിച്ചു വിടുമ്പോൾ അന്നും സാത്താൻ ഒരു പണി ചെയ്യും. ലോകത്തിന്റെ നാനാ ദിക്കിൽ നിന്നുമുള്ള ആളുകളെ കർത്താവിന് വിപരീതമായി കൂട്ടും. അതാണ് ഏറ്റവും ഒടുവിലത്തെ യുദ്ധം. ആ യുദ്ധത്തിന്റെ പേരാണ് ഗോഗ് മാഗോഗ് യുദ്ധം. 2 പ്രധാന യുദ്ധങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ഒന്ന് അർമഗദോൻ യുദ്ധം, 2 ഗോഗ് മാഗോഗ് യുദ്ധം. ഗോഗ് മാഗോഗ് യുദ്ധം കഴിഞ്ഞാൽ പിന്നെ യുദ്ധമില്ല. ഇങ്ങനെ ഗോഗ് മാഗോഗ് യുദ്ധം കഴിയുന്നു, അവിടെയും കർത്താവ് ജയിക്കുന്നു. അടുത്ത സംഭവമാണ് ദുഷ്ടന്മാർക്കുള്ള ന്യായവിധി. അത് വെളിപ്പാട് 20-ാം അധ്യായം നമ്മള് 6 മുതലുള്ള വാക്യങ്ങളിൽ അത് കാണാൻ കഴിയും. വേണമെങ്കിൽ പ്രാരംഭത്തിൽ ഒന്ന് വായിച്ചു കിട്ടൂ. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും അതുകൂടെ ഞാനൊന്ന് പറഞ്ഞു വിട്ടേക്കാം. അതായത് കർത്താവായ യേശു തമ്പുരാൻ വിശുദ്ധന്മാരെ ചേർക്കുന്ന സമയത്ത് ആദാം മുതൽ കർത്താവ് വരുന്നത് വരെയുള്ള ക്രിസ്തുവിൽ മരിച്ച പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാർ പുനരുത്ഥാനം ചെയ്യും. എന്നാൽ ദുഷ്ടന്മാരൊരിക്കലും ഉയർത്തെഴുന്നേൽക്കത്തില്ല. ആ സമയത്ത് അവർ ഉയർത്തെഴുന്നേൽക്കുന്നത് 1007 വർഷം കഴിഞ്ഞാണ്. അതായത് എതിർ ക്രിസ്തുവിന്റെ ഭരണകാലവും യേശു ക്രിസ്തുവിന്റെ ഭരണകാലം 1000 വർഷം. അങ്ങനെ 1007 വർഷം കഴിഞ്ഞാണ് ദുഷ്ടന്മാർക്ക് പുനരുത്ഥാനമുള്ളത്. എന്നാൽ വേറൊരു സംഭവം ഇടയ്ക്ക് നടക്കുന്നുണ്ട്. മഹോപദ്രവ കാലഘട്ടങ്ങളിൽ കർത്താവിന്റെ വചനം സംബന്ധിച്ച്, കർത്താവിന്റെ സാക്ഷ്യം സംബന്ധിച്ച് രക്തസാക്ഷികളായി തീർന്ന അനവധി ആളുകളുണ്ട്.
അവർ രാജ്യത്തിന്റെ സുവിശേഷം കേട്ട് കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായി തീർന്നവരാണ്. അതുപോലെ തന്നെ 1000 ആണ്ട് വാഴ്ചയിൽ ഞാൻ ഓർപ്പിച്ചല്ലോ, പാപത്തിന് ശക്തി കുറവാ. അന്ന് ഒരു ബാലന്റെ വയസ്സ് 100 വയസ്സെന്ന. ദീർഘായുസൊക്കെ ഉണ്ടെങ്കിലും അന്നും മഹോദരകാല 1000 ആണ്ട് വാഴ്ചയിലും മരണമുണ്ട്. ഇവർ ഉയർത്തെഴുന്നേൽക്കുന്നതും ഈ ഒടുവിലത്തെ രംഗത്തിലാണ്. ഗോഗ് മഹോഗ് യുദ്ധം കഴിഞ്ഞ് ഒരു പുനരുത്ഥാനമുണ്ട്. അത് രക്തസാക്ഷികളായി മരിച്ചൊരു പുനരുത്ഥാനം, ക്രിസ്തുവിൽ മരിച്ചൊരു പുനരുത്ഥാനം. അവർ ഉയർത്തെഴുന്നേൽക്കും. ഞാൻ അതിനെ ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കി തരാം. ഈ ഇസ്രയേലിലെ പാടങ്ങളിലൊക്കെ വിളവെടുപ്പ് നടക്കുമ്പോൾ അവിടെ കൊയ്ത്തുകൊണ്ട് കാലാപുറക്കും. കൊയ്ത്താണ് കർത്താവിന്റെ വരവെങ്കിൽ നടക്കുന്നത്. കാലാപുറക്കാണ് ഈ ഒടുവിലത്തെ ഈ ഒറ്റപ്പെട്ട പുനരുത്ഥാനം എന്ന് പറയുന്നത്. മനസ്സിലായി? അന്നേരം ഇത് രണ്ടും കൂടെ ചേർത്താണ് കർത്താവ് പറയുന്നത്, ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. രണ്ടാമത്തെ ഒരു പുനരുത്ഥാനമുണ്ട്, അത് മരണമാണ്, അത് നിത്യ നരകമാണ്. മനസ്സിലായോ? അന്നേരം പുനരുത്ഥാനത്തിന് പല നിരകളുണ്ട്. നമുക്ക് അവസരം കിട്ടും, അത് പഠിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്തോത്രം. അന്നേരം ഏറ്റവും ഒടുവിലത്തെ ന്യായവിധി എന്ന് പറയുന്നത് ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് ആണ്. അവിടെ ദുഷ്ടന്മാർക്കുള്ള ന്യായവിധിയാണ്. അവിടെ വിശുദ്ധന്മാരാരുമില്ല. ആ ന്യായവിധിയുടെ മുമ്പിൽ ആരും രക്ഷപ്പെടുന്നില്ല. അവരെ ന്യായം വിധി. കാരണം ജീവപുസ്തകം തുറക്കും, ജീവപുസ്തകത്തിൽ പേരില്ലാത്തവരെ നോക്കും, ജീവപുസ്തകം വെച്ച് അവരുടെ പ്രവൃത്തി നോക്കും, എല്ലാം പരിശോധിച്ചിട്ട് തിരുവചനം വെച്ച് ഓർമ്മയുടെ സകല പുസ്തകങ്ങളും തുറന്ന് ഇവര് നരകത്തിൽ പോകാൻ യോഗ്യരാണെന്നുള്ളത് തെളിയിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ അവരെ തീപ്പുകയിലിട്ടെടുത്തുള്ളൂ. മനസ്സിലായി? അവർ കുറ്റക്കാരല്ല എന്നിവര് പറഞ്ഞാലും ഇവർ കുറ്റം ചെയ്തു എന്നുള്ളത് അന്നത്തെ പൊടിയും അവർ പാർത്തിരുന്ന വീടിന്റെ കഴിക്കോലും ഉത്തരവും ഒക്കെ മറുപടി പറയും. മനസ്സിലായോ? അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ പുതിയ യെരൂശലേമാണ്. അത് 21-ാം അധ്യായത്തിൽ വെളിപ്പാട് ദിവസം 21-ൽ നമുക്ക് കാണാൻ കഴിയും. പുതിയ യെരൂശലേം, അത് ഭയങ്കര സംഭവമായി പുതിയ യെരൂശലേം എന്ന് പറയുന്നത്. ഈ പുതിയ യെരൂശലേമിന് 1500 മൈൽ നീളവും 1500 മൈൽ വീതിയും 1500 മൈൽ ഉയരവുമുള്ള ചതുരമായിട്ടുള്ള ഒരു ഭയങ്കര ബിൽഡിങ് പുതിയ യെരൂശലേം. ആ പുതിയ യെരൂശലേമിന്റെ മതിലുകൾ 12 വിധ മുത്തുകളാൽ പണിതിരിക്കുകയാണ്. അത് സ്വർണ്ണ തിരുവീതി എന്നൊക്കെ പറയുന്ന പോലെ എത്ര മനോഹരമാണ് അതിന്റെ പുറത്തെ കാര്യങ്ങൾ. അങ്ങനാണെങ്കിൽ പുതിയ നിയമസഭയുടെ പുതിയ നിയമസഭയ്ക്ക് അവകാശപ്പെട്ട പുതിയ യെരൂശലേം, അതിനകത്തെ ഭംഗിയെ കുറിച്ച് ഒന്നും കാണാൻ കഴിയുന്നില്ല. എങ്കിലും ഒരു വാക്യം ഞാൻ വായിപ്പിക്കാം. നിങ്ങൾ വെളിപ്പാട് ദിവസം 21-ാം അധ്യായം അതിന്റെ പ്രാരംഭ വാക്യങ്ങളൊന്ന് വായിക്കാം.
ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. വായിച്ചു. പുതിയ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. നിങ്ങൾ ആ വചനത്തിന്റെ അടിയിൽ നിങ്ങൾ ലൈൻ ചെയ്യണം, അണ്ടർലൈൻ ചെയ്യണം. ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി. സ്വർഗത്തിൽ നിന്ന് പുതിയ യെരൂശലേം ഇറങ്ങി വരികയാണ്. എത്ര ശ്രേഷ്ഠമായ സംഭവമാണെന്നറിയാം. ആമേൻ. അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും നന്നായി ഒരുങ്ങുന്ന ഒരു സുദിനമുണ്ടെങ്കിൽ അവന്റെ വിവാഹ ദിവസമാണ്. നമ്മൾ മുമ്പേ പറഞ്ഞതെല്ലാം 21 അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം. അതിന്റെ നീളം, വീതി, അതിന്റെ ഉയരം, അതിന്റെ മുത്ത്, അതിന്റെ രത്നങ്ങൾ, അത് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാം വിവരിച്ചിട്ടുണ്ട്. അന്നേരം പുറത്തെ ഭംഗിയാണ് അത്രയും. നമ്മളൊരു വീട് നോക്കുമ്പോൾ ആ വീട് ഒത്തിരി മനോഹരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ അതിനകത്ത് എന്തെല്ലാം ഇന്റീരിയർ വർക്ക്സ് കാണും, ഡെക്കറേഷൻ കാണും, അമേസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അകത്തുണ്ട്. എന്നാൽ ഒരു മനുഷ്യനും ഇതുവരെയും കണ്ടിട്ടില്ലാത്തതായ ഏറ്റവും മനോഹരമായ ഒരു സൗധമാണ് പുതിയ യെരൂശലേം എന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ സ്ഥലം ഒരുക്കിയ ശേഷം ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ ചേർത്ത്. സ്വതന്ത്രം. അന്നേരം പിന്നെ സംഭവിക്കുന്നതാണ് പുതിയ യെരൂശലേം. അത് കഴിഞ്ഞ് 22 അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് പുതിയ യെരൂശലേമിന്റെ ക്ലൈമാക്സ് ആണ് നിത്യത എന്ന് പറയുന്നത്. പിന്നെ കർത്താവിനോടൊത്തങ്ങ് വാഴുകയാണ്. മനസ്സിലായോ? ഇതാണ് അതിന്റെ സിസ്റ്റമാറ്റിക് ഓർഡർ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവസഭയുടെ നിലനിൽപ്പെന്ന് പറയുന്നത് ദൈവം ലോകത്തെ ഭരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കുന്നത്, അല്ലെ? ദാനിയേൽ പ്രവചനം 7 അധ്യായം 27 വാക്യം ഒന്ന് വായിച്ചാട്ട്. ദാനിയേൽ പ്രവചനം 7:27. പിന്നെ രാജത്വവും ആധിപത്യവും ആകാശത്തിന് കീഴെല്ലാടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവന്റെ രാജത്വം നിത്യരാജത്വമാകുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ച് അനുസരിക്കും. ആമേ. അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വം, എറ്റേണൽ കിങ്ഡം ഓഫ് ഗാഡ്. ഈ ലോകത്തിലുള്ള എല്ലാ ഭരണവും താൽക്കാലികമാണ്. 4 വർഷം, 5 വർഷം, 10 വർഷം, 15 വർഷം, അതിനപ്പുറത്തോട്ട് പോകുന്നില്ല. വേറെ ഭരണത്തിൽ കർത്താവിനെ തന്റെ സിംഹാസനത്തിൽ ഇറക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. അനിത്യരാജ്യത്വമാണ്. അത്രയും പ്രാരംഭമായിട്ട് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ വിഷൻ ഓഫ് ജെന്റൈൽസ് നേഷൻസ്. ജാതീയ രാജ്യങ്ങളുടെ അല്ലെ സാമ്രാജ്യങ്ങളുടെ ദർശനം. ഈ ദർശനം നെബൂഖദ്നേസർ രാജാവിന് സ്വപ്നത്തിൽ ഈ വിഷയം ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടു. ദാനിയേൽ പ്രവാചകന് ദർശനത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ടു. അന്നേരം നിങ്ങളൊരു കാര്യം ചെയ്തു, ദാനിയേൽ പ്രവചനം 2 അധ്യായം ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ചു. ദാനിയേൽ പ്രവചനം 2 അധ്യായം. അങ്ങനെ ദാനിയേൽ പ്രവചനം 2 അധ്യായത്തില് ഒരു സംഭവം നടക്കുന്നുണ്ട്.
എന്തുവാ? നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കാണും, അല്ലേ? നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കാണുന്നു. നിങ്ങൾ കണ്ടോ? ആ വാക്യം കണ്ടോ? എന്തുവാ സ്വപ്നം? നെബൂഖദ്നേസർ രാജാവ് കണ്ട പിന്നെ സ്വപ്നം എന്തുവാ? വലിയൊരു ബിംബത്തിന്റെ ആ, സ്വപ്നം. അതെവിടാ തുടങ്ങുന്നേ? വാക്യം നോക്ക്. ഉം. ഇത്രേ സ്വപ്നം, ആ, അർത്ഥവും അടിയങ്ങൾ തിരുമനസ് അറിയിക്കാം. രാജാവെ, തിരുമനസ്സുകൊണ്ട് രാജാതി രാജാവാകുന്നു. സ്വർഗസ്ഥനായ ദൈവം തിരുമനസ്സിലേക്ക് രാജ്യത്വവും ഐശ്വര്യവും ശക്തിയും മഹത്വവും നൽകിയിരിക്കുന്നു. എവിടെ മുതലാ തുടങ്ങുന്നത്? എത്ര വാക്യം അത്? 37 മുതൽ. ആ, വായിച്ചു. മനുഷ്യർ പാർക്കുന്നിടത്തൊക്കെയും അവരെയും കാട്ടിലെ മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും അവൻ തൃക്കയിൽ തന്ന് എല്ലാറ്റിനും തിരുമനസ്സിലെ അധിപതിയാക്കിയിരിക്കുന്നു. പൊന്നുകൊണ്ടുള്ള തല തിരുമനസ്സുകൊണ്ട് തന്നെ. അതിന്റെ ദാനിയേൽ പ്രവചനം 32 മുതൽ 35 വരെ വായിച്ചാൽ. ബിംബത്തിന്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടുമായിരുന്നു. മനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്തു കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളി. ബിംബത്തെ അടിച്ച കല്ലൊരു മഹാപർവ്വതമായി തീർന്നു. കണ്ടോ? ഓക്കെ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മള് ദാനിയേൽ പ്രവചനത്തിന്റെ കീ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരധ്യായമാണ് 2-ാം അധ്യായവും 7-ാം അധ്യായവും. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് കണ്ട ഒരു സ്വപ്നവും അതിന്റെ വിവരണവുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ ദാനിയേൽ പ്രവാചകൻ ഒരു ദർശനം കാണുന്നുണ്ട്. ഇവിടെ രാജാവ് ഒരു സ്വപ്നം കാണുന്നു. 7-ാം അധ്യായത്തിൽ ദാനിയേൽ പ്രവാചകൻ ഒരു ദർശനം കാണും. ഇത് രണ്ടും അർത്ഥമാണ്. സ്വപ്നവും ദർശനവും വെവ്വേറെയായിട്ട് തോന്നിയാലും അതിന്റെ മീനിങ് സെയിമാ. മനസ്സിലായോ? അന്നേരം നമ്മള് 2-ാം അധ്യായവും 7-ാം അധ്യായവും ഒരുമിച്ച് വേണം ചിന്തിക്കാൻ. എന്നെങ്കിലേ അത് നമുക്ക് നന്നായി മനസ്സിലാകാൻ കഴിയുകയുള്ളൂ. ഒന്ന്, തങ്കം കൊണ്ടുള്ള തല. രാജാവ് കണ്ട ഈ ബിംബത്തിന്റെ തല എന്തുവാ? എന്തുകൊണ്ടുള്ള തലയാ? തങ്കം കൊണ്ടുള്ള തല. നമ്മുടെ പല വിദ്യാർത്ഥികളും പഠിക്കാൻ കേറുന്നില്ല ഇപ്പൊ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഏതാണ്ട് 40 പേരോളം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് കേവലം ഇപ്പം 15 പേരായി. എന്നെ കൂടെ ഒഴിവാക്കിയാൽ ഇപ്പം 14 വിദ്യാർത്ഥികളേ ഉള്ളൂ. അത് നല്ലതാണോന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാതിരിക്കും. കാരണം എന്നാ, ഈ റെക്കോർഡ് ഇടുന്നത് കൊണ്ടാണ് പലരും കയറാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ എന്നെ വിളിച്ചു പറയും, ക്ലാസ്സിലെ റെക്കോർഡ് ചെയ്യാൻ കേട്ടോളാം കേട്ടോ. പക്ഷെ അതൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ അല്ല. വിശ്വസ്തത കാണിച്ചില്ലെങ്കിൽ റെക്കോർഡ് ക്യാൻസൽ ചെയ്യും. നമ്മൾ പഠിക്കണം. വല്ലപ്പോഴും ഒരു എമർജൻസി, ഒരു സിക്കായി അല്ലെങ്കിൽ ട്രാവലിങ്ങിലാണ്, അതൊക്കെ നമുക്ക് സഹിക്കാം. പക്ഷെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. മനസ്സിലായി? തോന്നുമ്പം കയറുക, തോന്നുമ്പം പഠിക്കുക. അത് ചെയ്യാൻ പറ്റുകയില്ല. എല്ലാം ഇവിടെ സ്ക്രീൻ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യം. ആ സകലയുടെ കഴിഞ്ഞ പ്രാവശ്യം ഗ്രാജുവേഷൻ ഒരാള്
ഗ്രാജുവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് വിളിച്ചു. അറ്റൻഡൻസ് പരിശോധിച്ചപ്പോൾ 23 ക്ലാസ്സിനെ കയറി. എത്ര ക്ലാസ്സാ? 23. ഞാൻ അദ്ദേഹത്തിന് ഗ്രാജുവേഷൻ കൊടുത്തില്ല. അന്ന് പിണങ്ങിയതാ പുള്ളി എന്നോട്, ഇതുവരെ വേണ്ടിയിട്ടില്ല. എങ്ങനെ കൊടുക്കും? പുള്ളി പറയുന്നത് എത്രയാന്ന് പറഞ്ഞാൽ അത് പൈസ അങ്ങ് തരാൻ പാസ്റ്റർ എന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ക്ലാസ് കയറി പഠിക്കാത്തവന് പൈസ കൊടുത്ത് ഗ്രാജുവേഷൻ കൊടുക്കാൻ പറ്റുമോ? അത് ദൈവത്തിന് നീതിയാണ്. അതുകൊണ്ട് ഇന്ന് വരെ എന്തോ അതുകൊണ്ട് ഇന്ന് വരെ വേണ്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടെ കയറിയവരോട് പറയാനുള്ളത്, നിങ്ങളൊക്കെ മനഃപൂർവ്വം മുടക്കുന്നവരല്ല, മാക്സിമം എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യണം. ഇങ്ങനെ ഈ റെക്കോർഡ് കേൾക്കാമെന്ന് പറഞ്ഞാൽ അതൊന്നും ശ്രദ്ധിക്കുകയില്ല. ഈ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാർ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ റെക്കോർഡ് കേട്ട് പഠിക്കുമെന്ന്? വളരെ അപൂർവമാണ്. ഇനിയും വരാത്തവരോട് ചോദിച്ചാൽ, നിങ്ങൾ അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താ പഠിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉത്തരം പറയത്തില്ല. അതിന് ക്ലാസ്സുകൾ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതിനകത്ത് യാതൊരു എക്സ്ക്യൂസും ഇല്ല. മനസ്സിലായോ? അത് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഒത്തിരി കാര്യം ഞാനിവിടെ പറഞ്ഞു. സിസ്റ്റമാറ്റിക്കലായിട്ട് ഇനിയും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്നാ. അതൊരു തത്ത പറയുന്നത് പോലെ നിങ്ങൾക്ക് പറയാം. ഇത് പഠിച്ചാലേ അറിയത്തുള്ളൂ. ഇനിയും വരുന്ന യേശുക്രിസ്തുവിന്റെ വരവാണ്. ഭൂമിയിൽ യേശുക്രിസ്തുവിന്റെ ഭരണകാലമാണ് 7 വർഷം നടക്കുന്നത്. പിന്നെ കർത്താവ് യേശുക്രിസ്തു സഭയുമായിട്ട് ഭൂമിയിലേക്ക് വരും. പിന്നെ അർമ്മഗദോൻ യുദ്ധം നടക്കും. അതിനുശേഷം 1000 ആണ്ട് വാഴ്ച നടക്കും. 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് സാത്താനെ ബന്ധിക്കും. 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ സാത്താനെ തുറന്നു വിടും. പിന്നെ ഗോഗ് മാഗോഗ് യുദ്ധം നടക്കും. പിന്നെ പുതിയ യെരൂശലേം ഉണ്ടാകും. അതിനു മുമ്പ് ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് നടക്കും. പിന്നെ പുതിയ യെരൂശലേം ഉണ്ട്, നിത്യതയുണ്ട്. ഇത് ആ സിസ്റ്റമാറ്റിക് ആയിട്ട് പറയണമെങ്കിൽ ബൈബിൾ പഠിക്കണം. മനസ്സിലായോ? അത് പഠിച്ച് ഒക്കെയുള്ളൂ. ഇനി ഇവളും ദാനിയേൽ പ്രവചനമാണ് ബൈബിളിലെ എല്ലാ പ്രവചനങ്ങളുടെയും താക്കോൽ എന്ന് പറയുന്നത്. അതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. ദാനിയേൽ പ്രവചനത്തിലെ പ്രതിവാദി വിഷയം എന്നാ? ബാലന്മാരെ തീച്ചുളയിൽ ഇട്ടതോ ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടതല്ല. അതൊക്കെ ഹിസ്റ്ററിയാ, ചരിത്രമാണ്. എന്താണ് അതിന്റെ വിഷയം? ദാനിയേൽ പ്രവചനത്തിലെ പ്രതിവാദി വിഷയം ദൈവിക ഭരണമാണ്. ക്രിസ്തു ഭൂമിയെ ഭരിക്കാൻ പോവുകയാണ്. അതാണ് അതിന്റെ പ്രതിപാദ്യ വിഷയം. അത് പഠിച്ചെങ്കിലും നമുക്കത് മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ലോകത്തുണ്ടായിരുന്ന 4 വലിയ സാമ്രാജ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ സാമ്രാജ്യങ്ങളെ കുറിച്ചുള്ള ദർശനം ദാനിയേലിന് ദൈവം കൊടുത്തപ്പോൾ ആ സാമ്രാജ്യങ്ങളെ കുറിച്ചുള്ള സ്വപ്നം നെബൂഖദ്നേസർ രാജാവിന് ദൈവം കൊടുത്തു. നോക്കണം, ഒരു ചക്രവർത്തിക്ക് ദൈവം സ്വപ്നം കൊടുക്കുന്നു, ഒരു ദൈവപുരുഷന് ദൈവം ദർശനം കൊടുക്കുന്നു. രണ്ടും ഒരേ കാര്യം. മനസ്സിലായോ? ചിലപ്പോൾ ചില ലോക മനുഷ്യർക്ക് ചില ഭാവികാല സംഭവങ്ങളെ കുറിച്ച് ചില സ്വപ്നങ്ങൾ ദൈവം കൊടുക്കും. ചിലപ്പോ ദൈവിക പുരുഷന്മാർക്ക്, ദൈവിക മക്കൾക്ക് ഭാവികാല കാര്യങ്ങളെ കുറിച്ച് ചില ദർശനങ്ങൾ ദൈവം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഞാൻ ഇവിടെ നോക്കിക്കേ, ഇത് സംഭവിക്കാൻ ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് യഹോവയായ ദൈവം നെബൂഖദ്നേസർ രാജാവിനൊരു സ്വപ്നം കൊടുത്തത്? എന്തുകൊണ്ടാ? ഇത് ഇങ്ങനെ ചക്രവർത്തിയായിട്ട് ഇരിക്കുന്ന സമയത്ത് പുള്ളിക്ക് ഭയങ്കര ആദി കയറി. എന്റെ കാലശേഷം ഈ രാജ്യം എന്തായിത്തീരും, എന്തായിരിക്കും ഈ രാജ്യങ്ങളുടെയൊക്കെ പര്യവസാനം, ഇങ്ങനെ അദ്ദേഹം ചിന്തിച്ചിരിക്കുക. ആരാണ് എന്റെ കാലശേഷം ഭരിക്കാൻ പോകുന്നത്, ഇങ്ങനെ ചിന്തിച്ചിരിക്കുക. കാരണം പുള്ളിക്ക് മരിക്കാൻ ഉള്ള ഇഷ്ടമില്ല. ഈ സാമ്രാജ്യത്തിൽ നിന്ന് വിടവാങ്ങാൻ തനിക്ക് ഇഷ്ടമില്ല. ആദി കയറിയേക്കുക. ദാരിദ്ര്യം ഭരിക്കും, ആരിത് കൊണ്ടു നടക്കും. മനസ്സിലായോ?
പണ്ട് ഒരു വീടിന് ഒരു വസ്തു എഴുതിയപ്പോ അപ്പൻ മക്കൾക്കെല്ലാം വിൽപത്രം ഇങ്ങനെ എഴുതി വെക്കുക. എഴുതിയിട്ട് ഒടുവില് ഈ 86 വയസ്സുള്ള ഈ അപ്പച്ചൻ എഴുതി വെച്ച് നോക്കണോ, ഇനി ഇവരുടെ മക്കളുടെ എല്ലാം കാലശേഷം ഈ സ്വത്ത് എനിക്കിരിക്കും. എന്ന് പറഞ്ഞാൽ നെബൂഖദ്നേസർ രാജാവ് ആദി കയറിയേക്കുക, എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു സ്വപ്നം കണ്ടു, അല്ലേ? 2-ാം അധ്യായം 29-ാം വാക്യം ഒന്ന് വായിച്ചേ. ദാനിയേൽ പ്രവചനം 2:29. ഇനി രാജാവേ, ഇനിമേൽ സംഭവിപ്പാനിരിക്കുന്നത് എന്തെന്നുള്ള വിചാരം പള്ളിമെത്തയിൽ വെച്ച് തിരുമനസ്സിലുണ്ടായി. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചാട്ടെ, ഞാൻ ചുമ്മാ പറഞ്ഞാണോ? രാജാവിന് ഭയങ്കര പരവേശമാ, ഇനി എന്തായി തീരും. തന്റെ പള്ളിമെത്തയിൽ വെച്ച് താൻ പരവേശമായി തനിക്ക് തോന്നി, ഇനി എന്താ ചെയ്യുന്നത്? വായിക്കാം. ഉടനെ താനൊരു സ്വപ്നം കണ്ടു. അറിയിച്ചുമിരിക്കുന്നു. അങ്ങനെ കടന്നപ്പോഴാണ് സ്വപ്നം കാണിച്ചത്. ഈ സ്വപ്നമെല്ലാം കണ്ടു പുള്ളി എഴുന്നേറ്റു. നേരം വെളുത്ത് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ പുള്ളി സ്വപ്നമെല്ലാം മറന്നുപോയി. ഒന്നാമത് കിടന്നത് ആദിയോടാ കിടന്നത്. ഈ ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ ഒക്കെ തുടക്കം നമ്മൾ പഠിക്കുന്നത് ഷിനാർ ഭൂമിയിലാണ്, അല്ലേ? നിങ്ങൾ സമയം പോലെ ഉൽപ്പത്തി പുസ്തകം 10-11 അധ്യായങ്ങളൊക്കെ വായിക്കണം. അവിടാണ് ബാബേൽ എന്ന ആദ്യത്തെ പദം നമ്മൾ കാണുന്നത്. നോഗയുടെ കാലത്തെ ജലപ്രളയത്തിന് ശേഷം യഹോവയായ ദൈവം നോഗയുടെ പുത്രന്മാരോടും അന്നുള്ള നിവാസികളോടും പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ എല്ലായിടവും പോയി പെരുകുക. നിങ്ങൾ ഒരു സ്ഥലത്ത് കുടിയിരിക്കരുത്. നിങ്ങളെ കൊണ്ട് ലോകം നിറയണം. ഇവരൊരു തീരുമാനം എടുത്തു, ഇനി എങ്ങാനും മഴ പെയ്താൽ നമ്മുടെ ജീവിതം അധോഗതിയാണ്. അതുകൊണ്ട് നമ്മൾ ഒരു സ്ഥലത്തോട്ടും പോകുന്നില്ല. നമുക്ക് ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയാം. ഈ മഴവെല്ലാം പെയ്ത് വെള്ളം പൊങ്ങിയാൽ നമുക്ക് അതിന് മുകളിൽ കയറി രക്ഷപ്പെടാം എന്നിവര് ചിന്തിച്ചിട്ട് നിമിഷ നേരം കൊണ്ട് അവർ പണി തുടങ്ങി. എവിടം വരെ എത്തുന്ന ഒരു ഗോപുരമാ? എവിടം വരെ എത്തുന്ന? ആകാശത്തോളം എത്തുന്നത്. അന്നേരം ഏറ്റവും വലിയ കെട്ടിടങ്ങളൊക്കെ പണിയണമെന്നുള്ള ചിന്ത ഇന്ന് തുടങ്ങിയതൊന്നും അല്ല കേട്ടോ, അത് പണ്ടേ ഉള്ള സംഭവമാ. യേശു ക്രിസ്തുവിന് 6000 വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ് ഈ ചിന്ത. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടം UAE ബുർജ് ഖലീഫയാണ്. 172 നിലകളെങ്ങാനുണ്ട്. 1 കിലോമീറ്ററിന് കുറച്ച് മീറ്റർ കുറവേ ഉള്ളൂ. എന്നാൽ സൗദി അറേബ്യയിൽ ഇതിനേക്കാൾ വലിയ കെട്ടിടം പണിത് തുടങ്ങിയിരിക്കുക. മനസ്സിലായോ? കർത്താവ് നോക്കിയപ്പോ ഇവരോട് പറഞ്ഞു ഭൂമിയിലെല്ലാം പോയി നിറയാൻ പറഞ്ഞപ്പോൾ ഇവര് പോകുന്നില്ല. ഇവരവിടെ നിന്ന് എന്ത് ചെയ്യുക? ദൈവവചനത്തിന് വിരോധമായി ഒരു പണി ചെയ്യുക. കർത്താവ് പറഞ്ഞു, വരുവീ, നാം ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ കലക്കിക്കളക. മനസ്സിലായോ? അന്ന് വരെ ദേശത്ത് ഒരൊറ്റ ഭാഷയേ ഉള്ളൂ. ഒത്തിരി ഭാഷകളില്ല. അന്ന് ഇംഗ്ലീഷ് ഇല്ലായിരുന്നു, ഹിന്ദി ഇല്ലായിരുന്നു, മലയാളം ഇല്ലായിരുന്നു, ഗ്രീക്ക് ഇല്ലായിരുന്നു.
ഏത് ഭാഷയായിരുന്നു അവര് സംസാരിച്ചുകൊണ്ടിരുന്നേ പുരാതന കാലഘട്ടങ്ങളിൽ? അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് എന്നോട് പറയാം. ആരാമ്യ ഭാഷ. ഹിബ്രു ഹീബ്രു ഭാഷയായിരുന്നു. അതിന് വ്യക്തതയില്ല. അതെ, അവിടെ സൂസൻ മോസസ് പറഞ്ഞത് ആരാമ്യ ഭാഷയാണെന്നാ. നിങ്ങളൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തിയിട്ട് അത് പറയണോ കേട്ടോ. നിങ്ങൾക്കത് പ്രത്യേകിച്ച് വലിയ പരീക്ഷയൊന്നും നിങ്ങൾക്ക് തരുന്നില്ല, ഇങ്ങനെയുള്ള അസൈൻമെന്റ് ഒക്കെ തരും. അതനുസരിച്ചാണ് നിങ്ങൾക്ക് മാർക്ക് തരുന്നത്. പഠിക്കുന്ന എല്ലാവർക്കും എക്സാമും മാർക്കും ഒക്കെ ഉണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിലയിലല്ലെന്നേ ഉള്ളൂ. മനസ്സിലായോ? കൊച്ചു പിള്ളേരെ പോലെ എഴുത്, തറ, പറ, ആ പരിപാടിയൊന്നും ഇവിടെ ഇല്ല. പഠിക്കുന്ന ഓരോരുത്തരുടെയും കരിയർ അറിയാവുന്ന അധ്യാപകരാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും മാർക്കുണ്ട്. ഒരു അസൈൻമെന്റ് ഞാൻ തരുന്നു, ഭൂമിയിലെ ആദ്യത്തെ ഭാഷ എന്താണെന്ന് കണ്ടുപിടിക്കുക. അന്നേരം ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, യഹോവയായ ദൈവം ഇറങ്ങിച്ചെന്നു, അവിടെ ഭാഷ കലക്കിക്കളഞ്ഞു. ബാബേൽ എന്ന വാക്കിന്റെ അർത്ഥം കലക്കമെന്നാണ്, കൺഫ്യൂഷൻ. ഭാഷ കലക്കിക്കളഞ്ഞു. കണ്ടോ? ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം ഒന്ന് വായിച്ചേ. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കും ആയിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു. ഷീനാർ പ്രദേശത്ത് ഒരു സമഭൂമി കണ്ടു, അവിടെ കുടിയിരുന്നു. അന്നേരം ഷിനാറിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ബാബിലോൺ. വായിച്ചു തീർന്നില്ല. അവർ തമ്മിൽ വരുവിൻ നാം ഇഷ്ടക അറുത്ത് ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടക കല്ലായും പശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു. വരുവിൻ നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയുക, നമുക്കൊരു പേരും ഉണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ പറയാം, ശ്രദ്ധിച്ചാട്ടെ. നമ്മൾ പണിയുന്നത് എന്തും കാണാൻ ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. നമ്മുടെ പണി ദൈവം പറഞ്ഞതനുസരിച്ചുള്ള പണിയാണോ എന്ന് അറിയാനൊന്നും ദൈവം ഇറങ്ങി വരും. ഇറങ്ങി വന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച, ഭൂതലത്തിലൊക്കെ പോയി ചിതറി പാർക്കാൻ പറഞ്ഞൊരു പോകുന്നില്ല. അവർ അവിടെ തന്നെ ഇരുന്ന് കെട്ടിടം ഉണ്ടാക്കുന്നു, പേരിടാൻ ശ്രമിക്കുന്നു. ഭയങ്കര യൂണിറ്റിയാ. ഇത്രയും യൂണിറ്റിയുള്ള ആൾക്കാരെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവവചന വിരുദ്ധമായി ജീവിക്കാനുള്ള യൂണിറ്റി, ദൈവാലോചനയ്ക്കെതിരായിട്ടുള്ള യൂണിറ്റി ഭയങ്കരമാണ്. കർത്താവ് ദൈവം എന്ത് ചെയ്തു? അവിടെ ഭാഷയും കലക്കി. അന്നേരം മേശരി അവിടെ നിന്ന് വിളിച്ചു പറയും, ഇഷ്ടിക കൊണ്ടുതാ പണി നടക്കട്ടെ എന്ന് പറയുമ്പോ പുള്ളി ഇഷ്ടികയ്ക്ക് വരും വെള്ളം കൊണ്ടാ ചെല്ലുന്നത്. വടക്കായി വെള്ളം കൊണ്ടുവരാൻ ചെല്ലുമ്പോ കുമ്മായം കൊണ്ട് ചെല്ലും. എല്ലാം ആകെ അടിച്ചു വിരിഞ്ഞു. ഈ അടിച്ചു വിരിഞ്ഞ പിന്നെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ? പിന്നെ ഒരുമിച്ച് നിൽക്കാതെ വരുമ്പോ പിന്നെ എന്ത് ചെയ്യും? ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് ചെതറിപ്പോവും. അങ്ങനെ പോയി. പിന്നെ അവരങ്ങ് ഭാഷകൾ പറയായിരുന്നു. അങ്ങനെ ലോകത്ത് സകല ഭാഷകൾ ഉത്ഭവിച്ചത് എവിടെ നിന്നാ? ബാബേലിൽ നിന്നാണ് സകല ഭാഷകളും ഉത്ഭവിച്ചത്. പല ഭാഷകൾ ഉണ്ടാകാനുള്ള കാരണം എന്നാ? അനുസരണക്കേട്. അങ്ങനെ
ലോകത്തിലെ ആദ്യത്തെ സാമ്രാജ്യമാണ് ബാബിലോണിയ സാമ്രാജ്യം. ആദ്യത്തെ സാമ്രാജ്യം ബാബിലോണിയ സാമ്രാജ്യം. നെബൂഖദ്നേസർ രാജാവ് ഇങ്ങനെ രാത്രിയിൽ ഒരു സ്വപ്നം കാണുക. നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി സ്റ്റാച്ചു ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്നുകിൽ അത് കരിങ്കല്ലിൽ കൊത്തിയതായിരിക്കാം, ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഓടിലായിരിക്കാം, സ്വർണത്തിലായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ജീവചരിത്രത്തിൽ ഇതുപോലുള്ള വിവിധ മെറ്റൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതിമ എവിടെ കണ്ടു? തല തങ്കം കൊണ്ടുള്ളു. തല തങ്കം കൊണ്ട്. പിന്നെ അടുത്തന്നെ നെഞ്ചും കൈയും വെള്ളി കൊണ്ട്, വയറും അരയും താമ്രം കൊണ്ട്, കാൽ തൊട ഇരുമ്പ് കൊണ്ട്, കാൽ പാതി ഇരുമ്പും കളിമണ്ണും കൊണ്ട്. എന്നാ ഇതാണ്? അന്നേരം കളിമണ്ണിൽ നിന്ന് മേലോട്ട് കയറുന്നുണ്ട്. നമ്മൾ സാധാരണ ഫൗണ്ടേഷൻ ഒക്കെ ഉറപ്പിക്കാൻ ഏറ്റവും നല്ലതായി എടുക്കുന്നത്. ഇത് കളിമണ്ണയിലാണ് തുടങ്ങുന്നത്. കളിമണ്ണിന്റെ തൊട്ടുമുകളിൽ ഇരുമ്പ്, പിന്നെ അതിന്റെ മുകളിൽ താമ്രം, പിന്നെ വെള്ളി, പിന്നെ തല തങ്കം. അങ്ങനെ വരും. അന്നേരം ഈ ബിംബത്തിന് എന്തോ ഉറപ്പുണ്ട്. നമ്മളത് പഠിക്കാൻ പോവാം കേട്ടോ. നമ്മൾ ഇച്ചിരി ശക്തമായി പഠിക്കണം. ഒരു 5 മിനിറ്റ് ഷോർട്ട് ബ്രേക്ക് തരാം അല്ലേ? അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാം. ദാനിയേൽ പ്രവചനത്തിലെ 2 പ്രധാനപ്പെട്ട അധ്യായങ്ങളാണ് 2-ാം അധ്യായവും 7-ാം അധ്യായവും. ഈ 2 അധ്യായങ്ങളിലും നാം കാണുന്നത് 4 വലിയ സാമ്രാജ്യങ്ങളുടെ തുടക്കവും ഒടുക്കവുമാണ്. 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് ഉറക്കത്തിൽ കണ്ട ഒരു സ്വപ്നം തല തങ്കം കൊണ്ടുള്ള ഒരു ബിംബം. അപ്പോൾ തന്നെ ദാനിയേൽ പ്രവാചകൻ 7-ാം അധ്യായത്തിൽ കാണുന്ന ദർശനം 4 വിധ മൃഗങ്ങളെ കുറിച്ചുള്ള ദർശനമാണ്. ഈ 4 മൃഗങ്ങളും ക്രൂവൽ ആനിമൽസ് ആണ്, ക്രൂവൽ ബീസ്റ്റ്. 7-ാം അധ്യായം അതിന്റെ പ്രാരംഭ വാക്യങ്ങളൊന്ന് വായിക്കാമോ? ബാബേൽ രാജാവായ ബേൽശസ്സറിന്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. അവന് കിടക്കയിൽ വെച്ച് ദർശനങ്ങൾ ഉണ്ടായി. അവൻ സ്വപ്നം എഴുതി കാര്യത്തിന്റെ സാരം വിവരിച്ചു. ദാനിയേൽ വിവരിച്ചു പറഞ്ഞതെന്തെന്നാൽ, ഞാൻ രാത്രിയിൽ എന്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന്റെ നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരേറി വന്നു. ഒന്നാമത്തേത് സിംഹത്തോട് സദൃശ്യം, കഴുകിൻ ചിറകുള്ളതുമായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിന്റെ ചിറക് പറഞ്ഞുപോയി. നമുക്കത് പഠിക്കാം. അന്നേരം സമുദ്രത്തിൽ നിന്ന് കയറി വരികയാണ് ഈ മൃഗം. ഇവിടെ സമുദ്രമെന്ന് ഉദ്ദേശിക്കുന്നത് 2 അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് മെഡിറ്ററേനിയൻ സീ ആണ്. മധ്യാധരണി കടൽ.
നമുക്കറിയാവുന്ന. പിന്നെ സമുദ്രം എന്നുള്ളതിന് വേറൊരർത്ഥമുണ്ട്, ജനബാഹുല്യം, പുരുഷാരത്തെ കാണിക്കുന്നതാണ് ഈ സമുദ്രം എന്നുള്ള പദം. രാജാവ് കണ്ട സ്വപ്നത്തിൽ ആ ബിംബത്തിന്റെ തല തങ്കമാണ്. ഇവിടെ പ്രവാചകനായ ദാനിയേൽ കാണുന്ന ദർശനത്തിൽ ആദ്യത്തെ മൃഗം സിംഹമാണ്. നെബൂഖദ്നേസർ രാജാവിനെ സിംഹത്തോട് തുലനം ചെയ്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ട്. അന്നേരം ബാബിലോണിയ സാമ്രാജ്യം BC 625 മുതൽ 538 വരെ ആയിരുന്നു. BC 625 മുതൽ 538 വരെ. ഞാൻ അതിന്റെ ഒരു ഇൻട്രഡക്ഷനാണ് ഇപ്പം തരുന്നത്. ഞാൻ ഈ ദർശനം നിങ്ങളെ ശരിക്കും പഠിപ്പിക്കാം. രണ്ടാമത്, വെള്ളി കൊണ്ടുള്ള നെഞ്ചും കൈയും. ദാനിയേൽ പ്രവചനം 2:32 ആ വാക്യം. വെള്ളി കൊണ്ടുള്ള നെഞ്ചും കൈയും. എന്താണിത്? ഇത് യവനായ സാമ്രാജ്യമാണ്. അലക്സാണ്ടർ ദ ഗ്രേറ്റ് കേട്ടിട്ടുണ്ടല്ലോ, യവനായ സാമ്രാജ്യം. ദാനിയേൽ കണ്ട ദർശനത്തിൽ സിംഹത്തിന്റെ പിന്നാലെ കരടി കയറി വരുന്നു. അത് മേദ്യ പേർഷ്യ സാമ്രാജ്യമാണ്. മേദ്യ പേർഷ്യ സാമ്രാജ്യം BC 538 മുതൽ 333 വരെ ആയിരുന്നു ആ സാമ്രാജ്യത്തിന്റെ കാലയളവ്. BC 538 മുതൽ 333 വരെ. മേദ്യരും പാർശ്വരും കൂടെ ഒരുമിച്ചുള്ള സംയുക്ത ഭരണമായിരുന്നു ബാബിലോണിയ സാമ്രാജ്യത്തിന് ശേഷം ഉണ്ടായത്. എങ്ങനെയാണ് നെബൂഖദ്നേസർ ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ പതനം എങ്ങനെയാ നിങ്ങൾക്ക് അറിയാമോ? ബാബിലോണിയ സാമ്രാജ്യം എങ്ങനെ അസ്തമിക്കുന്നേ? നിങ്ങൾ സമയം പോലെ ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം വായിക്കണം. നെബൂഖദ്നേസർ രാജാവിന്റെ കൊച്ചുമോനായിരിക്കുന്ന ബെൽസസർ രാജാവ് 1000 പേർക്ക് ഉള്ള ഒരു വലിയ വിരുന്നൊരുക്കി. ആ വിരുന്നിൽ എല്ലാ പ്രഭുക്കന്മാരെയും വിളിച്ചു. 1000 ടോപ്പ് ലീഡേഴ്സ് വന്നു. എല്ലാരും കള്ളു കുടിച്ച് നൃത്തം ചെയ്യുക. കള്ളുകൂടി അങ്ങോട്ട് മൂത്ത് കഴിഞ്ഞപ്പം ബെൽസസർ രാജാവിന് തോന്നി, എന്റെ അപ്പൻ യെരൂശലേം ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പൊന്നും വെള്ളിയുള്ള പാത്രങ്ങളൊക്കെ അവിടെ ഇരിക്കുക. അതും എടുത്തോണ്ട് വന്നിട്ട് എന്ത് ചെയ്തു? വിശുദ്ധ കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ പാത്രത്തിനകത്ത് മദ്യം പകർന്നു. ഉടനെ തന്നെ എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തിന്റെ കൈ രാജാവിന്റെ കൊട്ടാരത്തിൽ വെളിപ്പെട്ടു. ഭിത്തിയിൽ അങ്ങോട്ട് എഴുതു തുടങ്ങി, മെനെ മെനെ തെക്കേൽ ഉർഫാസി. മനസ്സിലായോ? അന്നേരം ദൈവിക ഉപകരണങ്ങളെ മലിനമാക്കിയപ്പോൾ ദൈവത്തിന്റെ കരം കൊട്ടാരത്തിൽ എഴുതി മെനെ മെനെ തെക്കേൽ ഉർഫാസി. ഞാൻ നിന്റെ രാജ്യത്വം എണ്ണി, ഞാൻ നിന്നെ തൂക്കി നോക്കി, നിന്നെ ഞാൻ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. നിന്റെ രാജ്യം ഞാൻ വിഭാഗിച്ച് മേദ്യർക്കും പാർശ്യർക്കും കൊടുക്കും. ഈ കള്ളുകൂടി മൂത്ത് കഴിഞ്ഞപ്പം ഈ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവനും സെക്യൂരിറ്റി ഗാർഡ്സും എല്ലാം എന്ത് ചെയ്തു? കോട്ട കാക്കുവാൻ വിട്ടുപോയി.
പടയാളികൾ ഇരച്ചു കയറി. അന്ന് ബെൽസസ് രാജാവിനെ ഒരു കൊന്നു. എത്ര അപകടം പിടിച്ച സ്ഥിതിയാന്ന് ഓർത്ത് നോക്കിക്കേ. ഞാൻ അതിനകത്ത് മനസ്സിലാക്കുന്നത് അവര് കള്ളു കുടിച്ച് കൂത്താടിയതിനകത്തല്ല ദൈവത്തിന്റെ കോപം വന്നത്. യെരൂശലേം ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് വെച്ചിരുന്ന പാത്രങ്ങൾ എടുത്ത് അവർ മലിനമാക്കിയപ്പോൾ ദൈവത്തിന് സഹിക്കുകയായിരുന്നു. രക്ഷിക്കപ്പെടാത്തവൻ കുടിക്കുകയോ അവൻ മാനസാന്തരപ്പെടുന്നത് വരെ എന്തെങ്കിലും കാണിക്കുകയോ ചെയ്താൽ ദൈവം ഒരു പക്ഷെ ക്ഷമിച്ചേക്കാം. പക്ഷേ ദൈവിക ഉപകരണങ്ങളെ മലിനമാക്കിയാൽ ദൈവം ക്ഷമിക്കുകയില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഞാൻ പഠിപ്പിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഒക്കെ പറയാറുണ്ട്, ജീവനില്ലാത്ത പൊൻവെള്ളി പാത്രങ്ങൾ ആലയ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം വേർതിരിച്ച് വെച്ചിരുന്ന സമയത്ത് അതിനെ കവർച്ച ചെയ്ത് യഹൂദയിൽ നിന്നും ബാബിലോണിൽ കൊണ്ടുപോയി അവിടെ വെച്ചേക്കുമായിരുന്നു. നെബൂഖദ്നേസർ രാജാവ് അതവിടെ വെച്ചേക്കുമായിരുന്നു, അതൊന്നും ചെയ്തില്ല. പക്ഷെ ഈ കൊച്ചുമകനായിരിക്കുന്ന ബെൽസസർ അതിനെ എടുത്തെന്ത് ചെയ്തു? വീഞ്ഞ് അതിനകത്ത് പകർന്നപ്പോൾ ദൈവത്തിന്റെ കോപം വന്നു. അങ്ങനാണെങ്കിൽ നമ്മളെ ഒന്ന് ഓർത്ത് നോക്കിയേ, നാം ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നു. ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്ന ദൈവം എന്ത് ചെയ്യും? നശിപ്പിക്കും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ആത്മാവില്ലാത്ത പാത്രത്തിന്, ജീവനില്ലാത്ത പാത്രത്തിനകത്ത് അശുദ്ധി പകരുന്നപ്പോൾ ആത്മാവുള്ള ജീവനുള്ള നമ്മുടെ ജീവിതം മലിനമാക്കിയാൽ എന്തുമാത്രം ശിക്ഷ വരും എന്നുള്ളത് ചെറിയ കാര്യമാണ്. കൊട്ടാരത്തിൽ ദൈവത്തിന്റെ കരം. അന്ന് രാത്രി അവൻ കൊല്ലപ്പെട്ടത് നിങ്ങൾ ആ 5-ാം അധ്യായം വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ നോക്കണം. അത് സ്തോത്രം. അന്നേരം വെള്ളി കൊണ്ടുള്ള നെഞ്ചും കൈയും 7-ാം അധ്യായത്തിൽ യവനായ സാമ്രാജ്യത്തെ കരടിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. മേദ്യ പേർഷ്യ സാമ്രാജ്യത്തെ കരടിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഞാനത് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ വിശാലമായിട്ട് പഠിപ്പിക്കാം. 2-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ താമ്രം കൊണ്ടുള്ള വയറും അരയും. ദാനിയേൽ കണ്ട ദർശനം 7-ാം അധ്യായത്തിൽ നോക്കിക്കേ. 7:6 ഒന്ന് വായിക്കാമോ? 7:6. പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശ്യമായ മറ്റൊന്നിനെ കണ്ടു. അതിന്റെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു. മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു. അതിന് ആധിപത്യം ലഭിച്ചു. മതി. പുള്ളിപ്പുലി അത് യവനായ സാമ്രാജ്യത്തെ കാണിക്കുന്ന ഗ്രീക്ക് സാമ്രാജ്യം. അതായത് താമ്രം കൊണ്ടുള്ള വയറും അരയും. നെബൂഖദ്നേസർ രാജാവ് കണ്ട ആ ബിംബം അത് യവനായ സാമ്രാജ്യത്തെ കാണിക്കുന്നു. പ്രവാചകനായ ദാനിയേൽ ആ സ്ഥാനത്ത് പുള്ളിപ്പുലിയെയാണ് കാണുന്നത്. അതിന് 4 ചിറകും 4 തലയും ഉണ്ടായിരുന്നു. നമുക്കറിയാം, അലക്സാണ്ടർ ദ ഗ്രേറ്റ് മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ 4 സൈന്യാധിപന്മാർക്ക് രാജ്യം വിഭജിക്കപ്പെട്ടു പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. BC 333 മുതൽ 63 വരെയുള്ള കാലഘട്ടമാണ് യവനായ സാമ്രാജ്യം നിലനിന്നത്. ഇനി ഒടുവില് ലാസ്റ്റ് സാമ്രാജ്യം ഇരുമ്പ് കൊണ്ടുള്ള തുട, കാൽ പാതി ഇരുമ്പും പാതി കളിമണ്ണും. അത് റോമൻ സാമ്രാജ്യത്തെ കാണിക്കുന്നതാണ്. റോമൻ സാമ്രാജ്യം AD 63 മുതൽ AD 110 വരെ. ഈ റോമൻ സാമ്രാജ്യത്തിന് ദാനിയേൽ കണ്ട ദർശനത്തിൽ അവിടെ ഒരു ഘോരവും ഭയങ്കരമായ ഒരു മൃഗത്തെ കാണുന്നത്. 7-ാം അധ്യായം 7-8 വാക്യങ്ങൾ. വലിയ ഇരുമ്പ് പല്ല് ഈ ഘോര മൃഗത്തിനുണ്ട്. അത് റോമൻ ഭരണത്തിന്റെ കിരാതമായ ഭരണമാണ്. ഇരുമ്പ് പല്ലെന്നൊക്കെ പറഞ്ഞാൽ യാതൊരു ദയവുമില്ലാത്ത, നമുക്കറിയാമല്ലോ, റോമൻ ഭരണാധികാരികൾ ക്രൈസ്തവരോട് കാണിച്ച ആ പീഡനം എത്ര വലുതാണ്.
ഡൊമീഷ്യൻ ചക്രവർത്തി മുതൽ ഡയോക്ലീഷ്യൻ വരെയുള്ള 10 ഭരണാധികാരികൾ എന്തുമാത്രം ഉപദ്രവങ്ങൾ ദൈവസഭയ്ക്കകത്ത് ചെയ്തു. സഭാപിതാവായ പോളികാർപ്പിനെ തീക്കകത്തിട്ട് കൊന്നു. അപ്പോസ്തലനായ യോഹന്നാനെ ഡൊമീഷ്യൻ തിളച്ച് എണ്ണയിലിട്ടു. പത്രോസ് അപ്പോസ്തലനെ തലകീഴായി ക്രൂശിച്ചു. അങ്ങനെ ഒരുപാട് പേരെ അഗ്നിക്കിരയാക്കി. അങ്ങനെ ഘോരവും ഭയങ്കരമായ ഒരു മൃഗത്തിന് തുല്യമായിരുന്നു റോമൻ ഭരണാധികാരി. BC 63 മുതൽ AD 110 വരെയുള്ള കാലഘട്ടമായിരുന്നു റോമ സാമ്രാജ്യത്തിന്റെയും കാലഘട്ടം എന്ന് പറയുന്നത്. ഇനിയും പിന്നെ ഈ ബിംബത്തെ കുറിച്ച് അല്ലെങ്കിൽ ഈ 4 സാമ്രാജ്യത്തെ കുറിച്ചൊരു ചെറിയ വിവരണങ്ങളുടെ ഞാൻ തരാം. ആദ്യമായി രംഗത്ത് വന്ന ലോക സാമ്രാജ്യം സിംഹ സ്വഭാവമുള്ളതായിരുന്നു. മൃഗങ്ങളുടെ രാജാവാണ് സിംഹം. അത് നമുക്കറിയാം. സിംഹ സ്വഭാവം എന്ന് പറയുമ്പോൾ ഒന്നിനും വഴി മാറി പോകാത്ത ഒരു മൃഗമാണ് സിംഹം. അതിന്റെ ഗർജനത്തിൽ മറ്റു മൃഗങ്ങളെല്ലാം പേടിച്ചോടുന്നത് കാണുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. ഈ സിംഹത്തിന് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ കഴുകന്റെ ചിറക് അതിനുണ്ടെന്ന മുമ്പ് വായിച്ചല്ലോ. കഴുകന്റെ ചിറക് അതിനുണ്ട്. കഴുകൻ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷിയാണ്. ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ ശക്തിയെയും അതിന്റെ ഗതിവേഗത്തെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്നാൽ ദാനിയേൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സിംഹത്തിന്റെ ചിറക് പറഞ്ഞുപോയി. ഒന്നുകൂടെ പറയാമോ? ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിച്ചാട്ട്. സിംഹം ബാബിലോണിയ സാമ്രാജ്യത്തെ കാണിക്കുന്ന, അതായത് നെബൂഖദ്നേസർ രാജാവ് കണ്ട ആ ബിംബത്തിന്റെ തല തങ്കമാണ്. തങ്കം എന്ന് പറയുമ്പോൾ വില കൂടിയ ലോഹമാണ്, വിലപിടിപ്പുള്ളതാണ്. സിംഹം മൃഗങ്ങളുടെ രാജാവാണ്. ആരെയും ഭയക്കാത്ത കൂസാത്ത ഒരു മൃഗമാണ്. അതുപോലായിരുന്നു ബാബിലോണിയ സാമ്രാജ്യം. ബാബിലോണിലെ രാജാക്കന്മാർ ആർക്കും വഴിമാറിക്കൊടുക്കത്തില്ലായിരുന്നു. അതത്ര പവർഫുൾ ആയിരുന്നു. അത് മാത്രമല്ല, ഈ സിംഹത്തിന് 4 ചിറകുണ്ട് എന്ന് കാണാൻ കഴിയും. കഴുകന്റെ ചിറക്, ശക്തിയോടെ പറക്കാൻ കഴിയും. വളരെ ശീഘ്രഗതിയിലുള്ള ബാബിലോണിന്റെ വളർച്ചയാണ് ഇത് കാണിക്കുന്നത്. പക്ഷേ പ്രവാചകനായ ദാനിയേൽ ബാബിലോണിയ സാമ്രാജ്യത്തെ കുറിച്ച് ദർശനം കണ്ടപ്പോൾ അതിന്റെ ചിറക് പറഞ്ഞു പോയതായിട്ടാണ് കാണുന്നത്, അല്ലേ? ചിറക് പറഞ്ഞുപോയി. നമുക്ക് നിങ്ങൾ സമയം പോലെ ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം വായിക്കണം. ചിറക് എങ്ങനെ പറഞ്ഞു പോയെന്ന് അവിടെ കാണാൻ കഴിയും. അതായത് നെബൂഖദ്നേസർ രാജാവ് ഒരു ദിവസം തന്റെ ഭാര്യയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ച ഹാങ്ങിങ് ഗാർഡനിൽ കൂടെ അല്ലെങ്കിൽ തൂക്കുവനത്തിൽ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചു. അങ്ങനെ ഉലാവിക്കൊണ്ടിരിക്കുക. അന്നേരം അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ചിന്ത വന്നു. ഞാൻ എന്റെ ധനമഹാത്മ്യത്താൽ പണിതല്ലോ മോഹദിയാം ബാബിലോൺ. തന്റെ ധനത്തിൽ അവൻ പ്രശംസിച്ചു, തന്റെ രാജ്യത്വത്തിൽ താൻ പ്രശംസിച്ചു. ദൈവത്തിന് മഹത്വം കൊടുക്കാതെ താൻ സ്വയം എന്ത് ചെയ്തു?
അഹങ്കരിക്കപ്പെടുവാനിടയായി. ഈ വാക്ക് അവന്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ 4-ാം അധ്യായം ഒന്ന് എടുത്ത് നോക്കിക്കേ, കണ്ടോ? 4-ാം അധ്യായം. ഞാൻ എന്റെ ധനമഹാത്മ്യത്താൽ പണിതല്ലയോ മഹതിയാം ബാബിലോൺ. ഭാഗ്യം കണ്ടോ? കണ്ടില്ലേ? ഉം 4-ാം അധ്യായം ഒന്നുകൂടെ വായിച്ചേ. നെബൂഖദ്നേസർ രാജാവ് സർവ്വഭൂമിയിലും പാർക്കുന്ന സകല വംശങ്ങൾക്കും ജാതികൾക്കും ഭാഷക്കാർക്കും എഴുതുന്നത്, നിങ്ങൾക്ക് ശുഭം വർദ്ധിച്ചു വരട്ടെ. അത്യുന്നതനായ ദൈവം എങ്കൽ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു. അവന്റെ അടയാളങ്ങൾ എത്ര വലിയവ, അവന്റെ അത്ഭുതങ്ങൾ എത്ര ശ്രേഷ്ഠമായവ. അവന്റെ രാജ്യത്വം എന്നേക്കുമുള്ള രാജ്യത്വവും അവന്റെ ആധിപത്യം തലമുറ തലമുറയായുള്ളതും ആകുന്നു. നെബൂഖദ്നേസർ എന്ന ഞാൻ എന്റെ അരമനയിൽ സൗര്യമായി എന്റെ രാജധാനിയിൽ സുഖമായി ആദ്യത്തെ വാക്യം ഞാൻ വായിപ്പിച്ച അതിനകത്തൊരു കാര്യമുണ്ട്. ഈ ദൈവത്തെ ഒരുപാട് പ്രശംസിച്ച് പറഞ്ഞൊരു മനുഷ്യനാണ് നെബൂഖദ്നേസർ രാജാവ്. എന്നാൽ ദൈവം ആരാണെന്ന് അറിയാത്തൊരു മനുഷ്യനല്ല നെബൂഖദ്നേസർ രാജാവ്. മനസ്സിലായോ? അന്നേരം എന്നിട്ട് 29-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 12 മാസം കഴിഞ്ഞിട്ട് അവൻ ബാബേലിലെ രാജമന്ദിരത്തിന്മേൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഞാൻ എന്റെ ധനമഹാത്മ്യത്താൽ എന്റെ പ്രതാപമഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ എന്ത് അഹങ്കാരമാണോ അന്നത്തെ ബാബേൽ നിവാസികൾക്കുണ്ടായത്, അതിനേക്കാൾ കടുത്ത നിലയിലുള്ള അഹങ്കാരമാണ് നെബൂഖദ്നേസർ രാജാവിനും ഉണ്ടായത്. മനസ്സിലായോ? ഈ ചൊട്ടയിലെ ശീലം ചുടല വരുന്ന കേട്ടിട്ടില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ പാരമ്പര്യ സ്വഭാവത്തിന് മാറ്റമൊന്നും വന്നില്ല. ദൈവം ഒരു ശരിക്കൊരു കൊടുക്ക കൊടുത്തു. എന്താണ്? 31-ാം വാക്യം. ഈ വാക്ക് രാജാവിന്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായതെന്തെന്നാൽ, നെബൂഖദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു, രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. എന്ത് മനസ്സിലായി? നിന്റെ ചിറക് പറഞ്ഞു പോയി. വളരെ വേഗത്തിൽ പറക്കാൻ കഴിവുള്ള നിന്റെ ചിറക് സിംഹത്തെ പോലെ ഗർജിക്കുന്ന ഗാംഭീര്യമുള്ള രാജഭരണം, തങ്കത്തെ പോലെ വിലയുള്ള ബാബേൽ സാമ്രാജ്യം. ദൈവം പറയുകയാണ്, ദൈവത്തിന് മഹത്വം കൊടുക്കാത്തത് കൊണ്ട് രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. എന്നിട്ട് 32-ാം വാക്യം നോക്കിക്കുക, എത്ര ദുഃഖകരമായൊരു വാക്യമാ. നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും, നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോട് കൂടെ ആയിരിക്കും, നിന്നെ കാളയെപ്പോലെ പുല്ലു തീറ്റും. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് നീ അറിയുന്നത് വരെ നിനക്ക് 7 കാലം കഴിയും. 7 വർഷം മനുഷ്യരുടെ ഇടയിൽ നിന്ന് നെബൂഖദ്നേസർ രാജാവിനെ പുല്ല് തിന്നുന്ന മൃഗങ്ങളോടുകൂടെ കാട്ടിലാക്കും. മനസ്സിലായോ? കാളയെ പോലെ പുല്ല് തീറ്റും. കൊട്ടാരത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടെ ഭക്ഷണം കഴിക്കുകയും
സിംഹാസനത്തിൽ ഇരിക്കുകയും വട്ടുമത്തയിൽ ഉറങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഈ മനുഷ്യൻ ദൈവത്തിന് മഹത്വം കൊടുക്കാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവത്തിന് മഹത്വം കൊടുക്കാത്തത് കൊണ്ട് കാട്ടിൽ പാർത്തു. അത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. ഏത് നിലയിലുള്ള ഫിഗറാണ് നെബൂഖദ്നേസർ രാജാവിന് ദൈവം കൊടുത്തത്? 33-ാം വാക്യം വായിച്ചേ. ഉടൻ തന്നെ ആ വാക്ക് നെബൂഖദ്നേസറിന് നിവൃത്തിയായി. വായിക്കാം. അവനെ മനുഷ്യരിടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. കണ്ടോ? അവന്റെ രോമം കഴുകന്റെ തൂവൽ പോലെയും അവന്റെ നഖം പക്ഷിയുടെ നഖം പോലെയും വളരുന്നതുവരെ അവൻ കാള എന്ന പോലെ പുല്ലു തിന്നുകയും അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു വികൃത ജീവിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മനുഷ്യനാണോ? അതല്ല. മൃഗമാണോ? അതല്ല. പക്ഷിയാണോ? അതല്ല. നിങ്ങൾ ലോകത്തിലെ ഒരു കാഴ്ച ബംഗ്ലാവിലും പോയാൽ ഇതുപോലത്തെ മൃഗത്തെ കാണത്തില്ല. ഒരിക്കലും കാണുകയില്ല. മനുഷ്യനും മൃഗവും പക്ഷി എല്ലാം കൂടെ കൂടി ചെന്നൊരു സങ്കര ജന്തു ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമാണ്. അതെല്ലാവർക്കും ഒന്നും മനസ്സിലാകത്തില്ല. മനസ്സിലായി? പുള്ളി വിചാരിച്ച് താൻ രാജാവായതുകൊണ്ടും തന്റെ പ്രതാപം കൊണ്ടും തന്റെ മഹത്വം കൊണ്ടും ഒക്കെ ഇങ്ങനെ അങ്ങ് പാമെന്നൊക്കെ വിചാരിച്ച്. പക്ഷേ അവന്റെ വാക്ക് അവന്റെ വായിലിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ കരവന് ഭാരമായിട്ട് വന്നു. മനസ്സിലായോ? എന്നല്ലേ? ദാനിയേൽ പ്രവാചകൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ ചിറക് പറഞ്ഞുപോയി. അവനെ പറക്കാൻ പറ്റിയല്ല. ഇന്നലെ വരെ പട്ടുമത്തെ കിടന്ന ഈ മനുഷ്യൻ ഇന്ന് കാട്ടി കിടക്കുക. പുള്ളിക്ക് പാൽക്കാപ്പിയും വേണ്ട, കട്ടൻ കാപ്പിയും വേണ്ട, ഇഡ്ഡലിയും ദോശയും വേണ്ട, പാൽപ്പായസവും വേണ്ട, ബിരിയാണിയും വേണ്ട, എന്താ KFC വേണ്ട, പിസ്സായും വേണ്ട, നൂഡിൽസും വേണ്ട. പുള്ളിക്ക് വേണ്ടുന്നത് നമ്മൾ കന്നുകാലികൾ കൊടുക്കുന്ന പുളിയരിയും പിണ്ണാക്കും കാടി പുല്ലും ഒക്കെ മതി. ഇത് ഒരു ദിവസത്തെ കാര്യമല്ല, 7 വർഷം. 34-ാം വാക്യം വായിച്ചേ. 34-ാം വാക്യം. ആ കാലം കഴിഞ്ഞിട്ട് വായിക്കാം. ആ കാലം കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി എന്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ചു ബഹുമാനിക്കുകയും ചെയ്തു. അവന്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യവും അവന്റെ രാജ്യത്വം തലമുറ തലമുറയായുള്ളതുമല്ലോ. ആമേൻ. നോക്കണേ, ദൈവം ആരെ ശിക്ഷിച്ചാലും മടങ്ങി വരവിനുള്ള ഒരു സോഴ്സ് കൂടെ അവനിട്ട് കൊടുത്തിരിക്കും. മനസ്സിലായോ? 7 വർഷം കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി. അതുവരെ അവൻ കണ്ണുയർത്തിയില്ല. അവന്റെ ആ വാശിയിൽ അവൻ അങ്ങ് നിന്നു. കണ്ണുയർത്തിയവ എന്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ചു ബഹുമാനിക്കുകയും ചെയ്തു. ഒരു കാര്യം മനസ്സിലായി, എന്നേക്കാൾ വലിയൊരു രാജാവ് ഉണ്ടെന്ന് നെബൂഖദ്നേസർ മനസ്സിലായി. എന്റെ ആധിപത്യത്തെക്കാൾ വേറൊരു ആധിപത്യം ഉണ്ടെന്ന് നെബൂഖദ്നേസർ രാജാവിന് മനസ്സിലായി. നമ്മുടെ ഈ ദാനിയേൽ പ്രവചന പ്രതിവാദി വിഷയം തന്നെ ഇവിടെ ഉണ്ട്. അവന്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യവും അവന്റെ രാജ്യത്വം തലമുറ തലമുറയായി ഉള്ളതല്ലോ.
മനസ്സിലായോ? അതാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നെബൂഖദ്നേസർ രാജാവിന് സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങളെ കുറിച്ച് പ്രവാചകനായ യെശയ്യാവ് മുന്നറിയിച്ചിട്ടുണ്ട്. വായിക്കണമെന്നില്ല, നിങ്ങൾ ശാന്തമായി പിന്നെ വായിച്ചാൽ മതി. ബാബിലോൺ സാമ്രാജ്യം പ്രതാപത്തിന്റെ അത്യുച്ച കോണിയിൽ നിലനിന്ന സാമ്രാജ്യമായിരുന്നു. ആ സമയത്താണ് പ്രവാചകനായ യെശയ്യാവ് നെബൂഖദ്നേസർ രാജാവിന് സംഭവിക്കാൻ പോകുന്ന വിഷയത്തെ കുറിച്ച് പ്രവചിച്ചത്. ഈ രണ്ടാമത്തെ ലോക സാമ്രാജ്യം മേദ്യ പേർഷ്യ സാമ്രാജ്യം. കൈയും നെഞ്ചും വെള്ളി കൊണ്ടുള്ളത്. ബാബേൽ സാമ്രാജ്യത്തിന് ശേഷം വരുവാൻ പോകുന്ന മേദ്യ പാർസ്യ സാമ്രാജ്യത്തെ കുറിച്ച് വിശദമായി ദൈവം പ്രവാചകനായ ദാനിയേലിന് കാണിച്ചു കൊടുത്തു. ദാനിയേൽ പ്രവചനം 2:39 നമുക്ക് കാണാൻ കഴിയും. ബാബിലോണിയ സാമ്രാജ്യത്തോടെ നമുക്ക് ഈ മേദ്യ പേർഷ്യ സാമ്രാജ്യത്തെ തുലനം ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ചിഹ്നമായിരിക്കുന്ന അല്ലെങ്കിൽ അതിന് അടയാളമായിരിക്കുന്ന തങ്കം കൊണ്ടുള്ള തല ഈ വെള്ളി കൊണ്ടുള്ള നെഞ്ചിലും കയ്യിലുമാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് തങ്കത്തേക്കാൾ താണാണ് ഈ രാജ്യം മേദ്യ പേർഷ്യ നമുക്ക് കാണുവാൻ ഇതൊക്കെ നമ്മുടെ ആയിത്തീരുന്നത്. അതായത് ഓരോ കണക്ഷനും ലോകരാജ്യത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ബാബിലോൺ കഴിയുമ്പോൾ അടുത്ത സാമ്രാജ്യം വന്നിരിക്കുക, അതാണ് മേദ്യ പേർഷ്യ. ശക്തിയിലും ഈ സാമ്രാജ്യം ഒട്ടും പിന്നോക്കമല്ലായിരുന്നു. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒരു കരടി കയറി വരുന്നില്ലേ? ആ കരടിയാണ് ഈ മേദ്യ പേർഷ്യ സാമ്രാജ്യം. എന്നാൽ ബെൽസസർ രാജാവിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ഇവയെക്കുറിച്ച് തന്നെ ദാനിയേൽ മറ്റൊരു ദർശനം കണ്ടു. അതായത് ദാനിയേൽ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മറ്റു ചില മൃഗങ്ങളും പ്രവാചകൻ ദർശനത്തിൽ കാണുന്നുണ്ട്. അതും ഈ സാമ്രാജ്യങ്ങളുമായിട്ടൊക്കെ ഒത്തുപോകുന്ന ദർശനങ്ങൾ തന്നെയായിരുന്നു. ഏഴാം അധ്യായത്തിൽ പ്രവാചകൻ കാണുന്നത് ഒരു പാർശ്വം ഉയർത്തി നിൽക്കുന്ന കരടിയാണ്. ഇത് സാമ്രാജ്യത്തിന്റെ അധികാരത്തെ കാണിക്കുന്നതാണ്. മേദ്യ പേർഷ്യ, മേദ്യർക്കായിരുന്നു കുറച്ച് സ്വാധീനം കൂടുതൽ ഉണ്ടായിരുന്നത്. അല്ലെ? ഇന്ത്യ മുതൽ കൂശ് വരെ 127 സംസ്ഥാനങ്ങളെ കീഴടക്കിക്കൊണ്ടുള്ളതായിരുന്നു പാർസി രാജാക്കന്മാരുടെ ഭരണം. ചെറിയ രാജ്യമൊന്നുമല്ല. ഇന്ത്യ മുതൽ കൂശ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്ക, എത്യോപ്യ വരെ
നീണ്ടു കിടക്കുന്ന 127 സംസ്ഥാനങ്ങളെ അടക്കി ഭരിക്കുന്ന സാമ്രാജ്യമായിരുന്നു. മൂന്നാമത് യവന സാമ്രാജ്യം. വയറും അരയും താമ്രം കൊണ്ടുള്ളത്. ഇത് യവനായ അല്ലെ ഗ്രീക്ക് കിങ്ഡത്തെ കാണിക്കുന്നതാണ്. ദാനിയേൽ കൊടുത്ത ദർശനത്തിൽ 7-ാം അധ്യായത്തിൽ ദാനിയേൽ 7:6 പുള്ളിപ്പുലിക്ക് സദൃശ്യമായ ഒരു മൃഗത്തെ കാണുന്നുണ്ട്. ഒരു മിനിറ്റ് ബ്രേക്ക്.